ഇപ്പം നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പോവാം. കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് നിനക്ക് ആരും വർക്ക് കൊടുത്തില്ല. അത് കാരണം ഒരു നടീനെ നീ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അല്ലേ? അതെന്താ, എങ്ങനെ? അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമാനിറ്റി ഒപ്പം നമ്മൾ ഒരു നടിയല്ല, ആരായാലും നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഇത് ഒരു ഹൗ ഡു യു സീ ദിസ്? തെറ്റല്ലേ ഇത്? ഇവനിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ റൈറ്റായിട്ടുള്ളിടത്തെ പ്രതികരിക്കുകയുള്ളൂ. അവളൊരു നടിയായതുകൊണ്ടല്ല ഞാൻ പ്രതികരിച്ചത്. ഷീ ഈസ് മൈ സിസ്റ്റർ ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട്. അപ്പം ഇതുപോലുള്ള കുറേ പേരുണ്ട്, ഇവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലാത്ത പുറത്ത് നിൽക്കുന്നവരും ഉണ്ട്. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. സത്യാവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. ഞാൻ പ്രതികരിച്ചതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് നേരെ 1000 വിരലുകൾ തിരിച്ചു ചൂണ്ടാനും പ്രതികരിക്കാനും ആൾക്കാരുണ്ടാകും. നമ്മൾ തെറ്റുകാരാവുന്ന ഒരവസ്ഥ വരും. അതുപോലൊരവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഞാൻ പ്രതികരിച്ച രീതി എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയാണ്. ശരിയെന്നല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യമെന്ന് എനിക്ക് 100% അറിയാം. ഞാനുണ്ടായിരുന്നാൽ ഞാനും ചെയ്തിരുന്നു. അതെ, തീർച്ചയായിട്ടും. എനിക്കത് അതിന് ഒരു എന്താ പറയുക, അവൾ പെണ്ണല്ലേ, അവൾക്ക് ഇത്രേ ആകുള്ളൂ എന്നുള്ളൊരു ആൺകോയ്മത്വമാണ് അവിടെ പ്രകടമായത്. അവിടെയാണ് ഞാൻ പ്രതികരിച്ചത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതെന്ന് ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. എന്നെ ശാസിക്കാനും എന്നെ നിരുത്സാഹപ്പെടുത്താനും എന്നെ ഷട്ട് ഡൗൺ ചെയ്യിക്കുവാനും അവിടെ ഒരുപറ്റം അഡ്വക്കേറ്റ്സുമാരുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ്സുമാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പതറിയില്ല. ബിക്കോസ് ഐ നോ ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് നഷ്ടമായത് എൻ്റെ കരിയറാണ്. എൻ്റെ കരിയറിൽ എൻ്റെ സ്കില്ല് എത്രത്തോളം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങൾ എനിക്കില്ലാണ്ടായി. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അപ് ടു ഡേറ്റ് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ വർക്ക് എക്സ്പീരിയൻസിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. എൻ്റെ ഇൻസൈഡ് ഓഫ് മൈൻഡിൽ കിടക്കുന്ന കാര്യം എനിക്ക് വർക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് അതിന് അവസരം കിട്ടാതെ പോയി. എത്ര വർഷം? ഇപ്പോഴും ഒന്നല്ല. എന്നെ അറിയാവുന്ന, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ കുറച്ച് പേരാണ് എന്നെ ഇപ്പോഴും വർക്കിന് വിളിക്കുന്നത്. അതർവൈസ് എന്നെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചില പ്രൊഡക്ഷൻസുകൾ, ചില ആർട്ടിസ്റ്റ് ഗ്രൂപ്പുകൾ, ചില ഇടങ്ങൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒട്ടവർ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നെൽമണികൾ അതുണ്ട്. അവിടെ ഞാൻ എത്തും, അവിടെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മതി. തീർച്ചയായിട്ടും. ദാറ്റ്സ് ബാഡ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഫിനിഷ് ആയിരിക്കും. എവിടെ ഫിനിഷ് ആകാനാണ്? ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ട്, തുടക്കം മുതലേ ഉണ്ട്. ഇനി ഇത് അവസാനിക്കുമ്പോഴും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അതർവൈസ് നമുക്ക് എല്ലാത്തിനെയും ഒന്നും തുടച്ചു മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അതൊരു റിയാലിറ്റി. അപ്പോൾ ഇത്രയും നടക്കുമ്പോൾ നീ ഒരു നിമിഷം സൂക്ഷിച്ച് നോക്കിയോ, നമുക്കിത് ചെയ്യാതായിരുന്നു? ഇല്ല, തോന്നിയോ? ഇല്ല, ഇപ്പോഴും ഇല്ല. സൂപ്പർ. ഇപ്പോഴും ഇല്ല, ഒരിക്കലും. ആ ആർട്ടിസ്റ്റ് ആയിട്ട് ബന്ധമുണ്ടോ? നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ ആ ആർട്ടിസ്റ്റിന്റെ മേക്കപ്പ് വല്ലപ്പോഴും കൂടിയാണ് ചെയ്യുന്നത്. ചിലർ പറയുന്നുണ്ട് അവരുടെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വർഷത്തിൽ 1-2 വർക്കാണ് ഞാൻ ആർട്ടിസ്റ്റുമായിട്ട് ചെയ്യുന്നത്. അതർവൈസ് ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു വർക്കിനേക്കാൾ ഉപരി എനിക്ക് കിടന്നുറങ്ങുമ്പോൾ ഞാൻ സത്യം ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ ഇന്ന് ഭൂമി വിട്ടുപോയാലും ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് പോകുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അത് മതി. ഞാൻ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളല്ല. ഒരു ഓലപ്പുരയിൽ കശുവണ്ടി തൊഴിലാളിയായ ഒരു അമ്മയും കൂലിവേലക്കാരനായ ഒരു അച്ഛൻ്റെയും കുഞ്ഞായിട്ട് ജനിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വായിൽ സ്വർണ്ണക്കരണ്ടി അല്ലായിരുന്നല്ലോ, പ്ലാവിലെ കുത്തി കഞ്ഞി കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി എനിക്ക് അങ്ങോട്ടൊരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. ബിക്കോസ് എനിക്കറിയാം, ഓൾറെഡി അതറിയാമല്ലോ. എനിക്കതറിയാം. മഴ പെയ്താൽ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാരുടെ കൂട്ടത്തിൽ ഞാനും മാനത്തേക്ക് നോക്കിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എനിക്കിന്ന് മണിമാളിക ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിക്കുന്നില്ല. ഞാനിന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ ഉറങ്ങുന്നത് പറഞ്ഞ് ഞാൻ അഹങ്കരിക്കുന്നില്ല. നാളെ ഞാനൊരു കുടിലിൽ പോയാൽ ഐ ആം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റേഷനരിയുടെ കഞ്ഞി കുടിക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, പയറ് തോരനുണ്ടാക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതൊന്നും എന്നെ ഏശത്തില്ല, സീരിയസ്ലി. ഗുഡ്, വെരി ഗുഡ്. ഇതാണ് അക്സെപ്റ്റൻസ്. യുനോ,
ഈ നമ്മ ആറിന് നമ്മ മണ്ടയ്ക്ക് ഏറാതെ ഇരുന്ന വരയ്ക്കും വി ആർ ബെറ്റർ പീപ്പിൾ. സീരിയസ്ലി ഞാൻ ഈ ഒരു ലൈഫിലും ഇപ്പോഴും ഞാൻ ചില സന്ദർഭങ്ങളിൽ 1000 രൂപയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. യുനോ ഞാൻ എൻ്റെ പഴയ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ലൈഫിലും. അതെല്ലാം ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതെനിക്ക് എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നഷ്ടമായിട്ടുള്ള ലക്ഷങ്ങളോ കോടികളോ ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്തിട്ടില്ല. എനിക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നോക്കുന്നത് എൻ്റെ ഹെൽത്താണ്. ഹെൽത്തി ആയിട്ടിരിക്കുക, എൻ്റെ വർക്കിൽ ഞാൻ അപ്ഡേറ്റഡ് ആകുക, എൻ്റെ സ്ഥാപനങ്ങൾ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സ്ഥാപനം ഡോറ ഡോറ അതെങ്ങനെ ഐഡിയ വന്നത്? നോ, അതൊരു ഐഡിയ അല്ല, അത് എന്താ പറയാ, അതാ ഡ്രീം എന്നതിനേക്കാൾ ഉപരി അതൊക്കെയാണ് ഞാൻ കർമ്മ എന്ന് പറയുന്നത് അമ്മ. വേറൊന്നുമല്ല. ഇപ്പം എൻ്റെ മൈൻഡിൽ ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലർ ഒരു ബിസിനസ് എൻ്റെ മൈൻഡിലേ ഇല്ല. ഒരു അക്കാഡമി തുടങ്ങണമെന്ന് മാത്രമാണ്. അവിടെയാണ് JSR ട്രെൻഡി ഫാഷൻ എന്ന് പറയുന്നൊരു കമ്പനി വരുന്നതും അതിൻ്റെ മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എന്നെ അവർ നിയമിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട് ചെയ്യുന്നതും. അങ്കമാലി, എറണാകുളം, കൊല്ലം ഈ 3ഇടത്തും ഡോറ ബ്യൂട്ടി വേൾഡ് വരുന്നു. അവിടെയെല്ലാം അക്കാഡമികൾ വരുന്നു. എൻ്റെ അമ്മ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. എൻ്റെ ഉദ്ഘാടനത്തിന് വിശിഷ്ട അതിഥിയായിട്ട് എൻ്റെ അമ്മ നിൽക്കുന്നു. ഇറ്റ് വാസ് എന്താ ഹാപ്പിനെസ്. അതൊന്നും ഈ എന്നെ തകർക്കാൻ നിൽക്കുന്നവർക്ക് തല്ലി തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അല്ലേ? ഇപ്പോൾ ഒരു 10 കല്യാണ മേക്കപ്പുകൾ അവർ മുടക്കിയാലും ഒരു കല്യാണ മേക്കപ്പെങ്കിലും എനിക്ക് കിട്ടും. ആ വെഡ്ഡിങ് മേക്കപ്പിലൂടെ എൻ്റെ കഴിവ് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാനത് പ്രൂഫ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവം തമ്പുരാൻ സഹായിച്ച് ദുബായ് പോലൊരു നഗരത്തിലും എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. അത് അവിടെ ഓറ അത് എന്നിലുള്ളതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓറ എന്നിലുണ്ട്. അതാണ് ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എന്നെ ഈ ചുറ്റുവട്ടത്ത് നിന്ന് കല്ലെറിയുന്നവരെടുത്തോ എന്നെ പുച്ഛിക്കുന്നവരോടോ എന്നെ പരിഹസിക്കുന്നവരോടോ ഇവിടെ ഒന്നും ഞാൻ തളരാതെ മുന്നോട്ട് പോകും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരാൻ എന്തിരിക്കുന്നു, അല്ലേ? ഇപ്പം ഞാൻ കരയാനുണ്ടായ സാഹചര്യം, ഞാൻ ചിരിക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുണ്ടായ സാഹചര്യം, ഞാൻ മണിമാളികയിൽ താമസിക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയതാണ്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഞാൻ കരയാനുണ്ടായ സാഹചര്യം. ഞാൻ പോകാതിരുന്നാൽ പോരായിരുന്നോ? അല്ലേ? ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ അഗ്രി. ഈ മേക്കപ്പ് എങ്ങനെ പഠിച്ചത്? നോ, എനിക്കൊരു ഗുരുവില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല, പ്രോഡക്റ്റ് നോളജ് ഇല്ല. 25 ഇയേഴ്സ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നത്തിങ് ഹാവ്.